നിഗൂഢവനം ഭാഗം 3. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടു, ആദിത്യൻ തന്റെ മുത്തശ്ശൻ എഴുതിയ പുസ്തകം വായിക്കുകയായിരുന്നു. അതിൽ നിന്നും അവൻ ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും അറിഞ്ഞു. ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ അവൻ വീണ്ടും ആ കാട്ടിലേക്ക് പോകുമോ? അതോ ആ നിഗൂഢവനത്തിന്റെ ക്രൂരവിനോദം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമോ? വരൂ, തുടർന്ന് കാണാം. അവൻ പിറ്റേന്ന് തന്നെ ആ കാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങി. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. കാടിന്റെ രഹസ്യം അറിയണമെന്ന് ആദിത്യന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അവൻ വീട്ടുകാരുമായി വഴക്കിട്ടാണ് ആ യാത്രയ്ക്കിറങ്ങിയത്. അവന്റെ മനസ്സിൽ ആകെ ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വനത്തിനുള്ളിലെ മരണങ്ങൾ അവസാനിപ്പിക്കാൻ അവനെക്കൊണ്ട് സാധിക്കുമോ, അതോ അവനും വധിക്കപ്പെടുമോ എന്ന്. പെട്ടെന്ന് അങ്ങോട്ടൊരു കാറ് വന്നു. അവൻ ആ കാറിൽ കയറി. എന്നിട്ടവൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായി. അങ്ങനെ അവൻ കാടിന് സമീപത്തെത്തിയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി. അവൻ സ്വയം ഇങ്ങനെ പറഞ്ഞു, ഓ, അങ്ങനെ കാടെത്തി, ഇനി അകത്തേക്ക് നടന്നേക്കാം. ഉറച്ച തീരുമാനവും ഇടറാത്ത ചുവടുമായി അവൻ ആ കാട്ടിനകത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. അവൻ ആ കാട്ടിലേക്ക് നടക്കാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ അവൻ ആലോചിച്ചു, ഇതെല്ലാം നിർത്തണമെങ്കിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രാഖി എന്ന പരുന്തിനെ കണ്ടുപിടിക്കണം. അവൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. അവൻ ആ കാട്ടിനകത്ത് ആ പരുന്തിനെ അന്വേഷിച്ച് നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സമയം രാത്രിയായി. ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്തോറും അവന് ഭയം വന്നു തുടങ്ങി. ആകാശത്താകെ ഇരുണ്ട മേഘങ്ങൾ മൂടി നിറഞ്ഞു. ശക്തമായ ഇടിമിന്നലും ആരംഭിച്ചു. ആദിത്യൻ പറഞ്ഞു, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. ആദിത്യൻ വല്ലാതെ പേടിച്ചുപോയി. പക്ഷെ അവന് തോൽക്കാൻ മനസ്സുണ്ടായില്ല. അവൻ വീണ്ടും കാട്ടിനകത്തേക്ക് നടക്കാൻ തുടങ്ങി. ചുറ്റുപാടും പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. പണ്ട് നിതിനും ആദിത്യനും വിശ്രമിച്ച സ്ഥലത്തു തന്നെ അവൻ എത്തിച്ചേർന്നു. ആദിത്യൻ തന്റെ സഹോദരനെ ഓർത്ത് വല്ലാതെ ദുഃഖിച്ചു. സഹോദര, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പു നൽകുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തിട്ടേ മടങ്ങി വരൂ. ഒന്നുകിൽ ഞാൻ ഇതെല്ലാം ശരിയാക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അവൻ വീണ്ടും മുന്നോട്ടു പോയി. പെട്ടെന്ന് അവൻ സുന്ദരിയായൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവൾ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷയായി. ആദിത്യൻ തന്റെ സഹോദരന്റെ വാക്കുകൾ ഓർത്തു. നിതിൻ ആദ്യമായി അവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞിരുന്നു, ചേട്ടാ, അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടോ? ആദിത്യന് അത് ആലോചിച്ചപ്പോൾ പിന്നെയും സങ്കടം വന്നു. അവൻ ഇങ്ങനെ ആലോചിച്ചു, അന്നെന്റെ സഹോദരൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാനാണ് അവനെ കളിയാക്കി സംസാരിച്ചത്. ആദിത്യൻ വീണ്ടും മുന്നോട്ട് നടന്നു. ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടി. ആ പെൺകുട്ടി ആദിത്യനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. ആദിത്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? എന്റെ പേര് രാഖി. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്റെ മുത്തച്ഛൻ എഴുതിയൊരു പുസ്തകമുണ്ട് ഈ കാടിനെ കുറിച്ചിട്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയില്ല, മുത്തച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ദിവസം വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നാണ്. ആൾക്കാർ പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെ, അന്നു രാത്രി നിന്റെ മുത്തശ്ശൻ ആത്മഹത്യ ചെയ്തതല്ല. അവൾ നിന്റെ മുത്തശ്ശനെ കൊലപ്പെടുത്തിയതാണ്. അത് ശരി, ഞാൻ ആ യക്ഷിയോട് പ്രതികാരം ചോദിക്കും. പക്ഷേ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവൾ വളരെ ശക്തിയുള്ളവളാണ്. അവൾ എത്ര ശക്തിയുള്ളവളായിരിക്കട്ടെ, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരവസാനമില്ലേ? കാരണം തിന്മയ്ക്ക് എന്തെങ്കിലും ഒരവസാനം ഉണ്ടാവും. അതെ, ഉണ്ട്. പക്ഷേ വഴി വളരെ കഠിനമാണ്. കാടിനകത്ത് ഒരു നദിയുണ്ട്. അതിലെ വെള്ളം അമാവാസി ദിനത്തിൽ ആ യക്ഷിയുടെ മേലെ ഒഴിക്കണം. എങ്കിലേ അവളെ നശിപ്പിക്കാനാവൂ. ഇനി അമാവാസ്യ അവൻ എത്ര ദിവസമുണ്ട്? ഈ മാസത്തെ 18ാമത്തെ ദിവസമാണ്. അതുവരെ നീ കാത്തിരിക്കണം. നിനക്ക് കിട്ടിയ ശാപം അതെങ്ങനെ അവസാനിക്കുന്നത്? എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോഴേ എന്റെ ശാപം അവസാനിക്കുകയുള്ളൂ. ആത്മാർത്ഥ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. അങ്ങനെ മാസത്തിന്റെ 18ാമത്തെ ദിവസമെത്തി.
അവൻ ആ നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു. എന്നിട്ട് രാഖിയുടെ കൂടെ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ യാത്രയായി. അവർ രണ്ടുപേരും ആ യക്ഷിയുടെ ഗുഹയിലെത്തി. എന്റെ വേട്ടക്കാരൻ എത്തിയോ? നിങ്ങൾ തീരുമാനിക്ക്, നിങ്ങളിൽ ആരാണ് ആദ്യം മരിക്കേണ്ടതെന്ന്. നീ ചിരിക്കണ്ട, ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞു. ആദിത്യൻ ആ പവിത്രമായ വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. ആ വെള്ളം വീണതോടെ അവളുടെ ശരീരമാസകലം തീ പടരാൻ ആരംഭിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ആ യക്ഷി അങ്ങനെ ചാരമായി മാറി. ആദിത്യൻ തന്റെ വീട്ടിലേക്ക് മടങ്ങാനായി തീരുമാനിച്ചു. ആദിത്യ, നീ പോവുകയാണോ? ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ നീ വരണം. നിനക്കെന്താ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഇത്രയ്ക്ക് ധൃതി? എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അതെന്താ? നിന്നെ കാണാതിരുന്നാൽ നിന്റെ മാതാപിതാക്കൾ വിഷമിക്കില്ലേ? വേഗം പൊക്കൂ. പക്ഷേ എന്നെ കാണാനായി നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം. എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റില്ല. അതെന്താ? ഇടയ്ക്കിടയ്ക്ക് വന്നുകൂടെ? വരാൻ പറ്റില്ല, കാരണം നിന്നെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ്. രാഖി വളരെ സന്തോഷവതിയായി. മാത്രമല്ല, അവൾക്ക് യഥാർത്ഥ സ്നേഹവും ലഭിച്ചു. അവൾ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് കാട്ടിൽ നിന്നും യാത്രയായി.